ഇന്നത്തെ പ്രാദേശിക വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ത്യൻ അതിർത്തികളിലെ പാക് പ്രകോപനം തുടരുന്നു. ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുന്നു. ഇന്നലെ രാത്രിയിലും പ്രകോപനം തുടർന്ന പാകിസ്ഥാൻ ഇന്ത്യയുടെ അതിർത്തി മേഖലയിൽ വിവിധയിടങ്ങളിലേക്ക് ഡ്രോൺ ആക്രമണം നടത്തിയെങ്കിലും എല്ലാം നിഷ്പ്രഭമാക്കി ഇന്ത്യൻ സേന. നിയന്ത്രണ രേഖയിലും ഷെല്ലിങ്ങും കാശ്മീരിലെ ബാരാമുള്ള മുതൽ ഗുജറാത്തിലെ ഭുജ് വരെയുള്ള 26 സ്ഥലങ്ങളിൽ ഡ്രോൺ ആക്രമണം നടത്തി പാകിസ്ഥാൻ ഇന്ത്യയെ പ്രകോപിച്ചു. ജമ്മുവിൽ മാത്രം 100 ഡ്രോണുകളെത്തിയെന്നാണ് വിവരം. എല്ലാം ഇന്ത്യൻ സേന തകർത്തു. ജമ്മു കാശ്മീർ, പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലാണ് പാക് ഡ്രോണുകൾ എത്തിയത്. ഇതിൽ പഞ്ചാബിലെ ഫിറോസ്പൂരിൽ മാത്രമാണ് പാക് ഡ്രോൺ ആക്രമണത്തിൽ അപകടം ഉണ്ടായത്. മേഖലയിലെ ഒരു വീടിന്മേലെ പതിച്ച ഡ്രോൺ വലിയ തീപിടുത്തത്തിന് കാരണമായി. ഒരു സ്ത്രീക്ക് ഗുരുതരമായി പൊള്ളലേറ്റു. പരിക്കേറ്റ 2 പേരുടെ നില സാരമുള്ളതല്ലെന്നാണ് വിവരം. വാർത്തകൾ വിശദമായി. രാജ്യത്തെ വിവിധയിടങ്ങളിൽ പാക് ഡ്രോണുകൾ ഇന്നലെ ആക്രമണം നടത്തിയതിന് പിന്നാലെ ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുന്നു. ജമ്മു സെക്ടറിന്റെ മറുഭാഗത്താണ് ഇന്ത്യയുടെ തിരിച്ചടി. അന്താരാഷ്ട്ര അതിർത്തിയിലും നിയന്ത്രണ രേഖയിലും ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. രാജ്യാതിർത്തി കടന്നുള്ള പാകിസ്ഥാന്റെ പ്രകോപനങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകാൻ ഇന്ത്യൻ നാവികസേനയും രംഗത്ത്. സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലടക്കം ഘടിപ്പിച്ച ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾ കറാച്ചി തുറമുഖം ലക്ഷ്യമിട്ട് പുറപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ. രാജ്യത്തിന്റെ സുപ്രധാന താവളങ്ങളടക്കം ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ വ്യാഴാഴ്ച രാത്രി നടത്തിയ ആക്രമണം സ്ഥിരീകരിച്ച് വിദേശകാര്യ മന്ത്രാലയം. 4 വ്യോമത്താവളമടക്കം രാജ്യത്തിന്റെ സുപ്രധാനമായ 36 കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ സേന നടത്തിയ ആക്രമണം ഫലപ്രദമായി ഇന്ത്യ തടഞ്ഞുവെന്നാണ് വാർത്താസമ്മേളനത്തിൽ ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വ്യക്തമാക്കി. ആക്രമണത്തിൽ പാകിസ്ഥാന്റെ ഏരിയൽ റഡാർ തകർന്നുവെന്നും പാക് സൈന്യത്തിന്റെ കനത്ത നാശമുണ്ടാക്കിയെന്നും സൈനിക വക്താക്കൾ വ്യക്തമാക്കി. ആകെ 400ഓളം ഡ്രോണുകളാണ് പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ഉപയോഗിച്ചതെന്നും ഇവയിൽ കനത്ത പ്രകടനശേഷിയുള്ള തുർക്കി ഡ്രോണുകൾ ഉണ്ടായിരുന്നുവെന്നും പാകിസ്ഥാന്റെ ഒറ്റ ഡ്രോണുകളും മിസൈലുകളും ലക്ഷ്യം കാണാൻ ഇന്ത്യ അനുവദിച്ചില്ലെന്നും സൈന്യം വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. മെയ് 8 രാത്രി ഇന്ത്യയെ ആക്രമിക്കാനായി പാകിസ്ഥാൻ നടത്തിയ ഗൂഢാലോചന പൊളിച്ച് ഇന്ത്യ വ്യോമാതിർത്തി അടക്കാതെ സിവിലിയൻ വിമാനങ്ങൾ മറയാക്കി ഇന്ത്യയെ കൊടുക്കാനുള്ള പാക് കുതന്ത്രം തിരിച്ചറിഞ്ഞ് പ്രതികരിച്ച് സൈന്യം. തിരിച്ചടിയിൽ സിവിലിയൻ വിമാനങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകാനുള്ള ഗൂഢാലോചനയാണെന്ന് പാകിസ്ഥാൻ നടത്തിയെന്ന്. എന്നാൽ പാകിസ്ഥാന്റെ ഗൂഢാലോചന തിരിച്ചറിഞ്ഞാണ് പ്രതിരോധ നടപടികൾ സ്വീകരിച്ചതെന്നും പ്രതിരോധ മന്ത്രാലയവും വിദേശകാര്യ മന്ത്രാലയവും സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വ്യക്തമാക്കി. ഇന്ത്യയുടെ പ്രത്യാക്രമണം തടഞ്ഞെങ്കിലും പൊള്ളയായ അവകാശവാദവുമായി യുദ്ധവെറി നിറഞ്ഞ പ്രകോപന പ്രസ്ഥാനങ്ങളുമായി പാകിസ്ഥാൻ ഇപ്പോഴത്തെ ഏറ്റുമുട്ടൽ കൂടുതൽ വ്യാപിക്കുമെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖാജ ആസിഫ് പറഞ്ഞു. കറാച്ചി തുറമുഖത്ത് കേടുണ്ടായെന്ന വാർത്ത തള്ളിയ പാകിസ്ഥാൻ ഇതുവരെ ഇന്ത്യയുടെ 3 പോർ വിമാനങ്ങളും 77 ഡ്രോണുകളും വെടിവെച്ചിട്ടെന്നും അവകാശപ്പെട്ടു. പാകിസ്ഥാനുമായി ആകാശയുദ്ധം ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ കൂടുതൽ വിമാനത്താവളങ്ങൾ താൽക്കാലികമായി അടച്ചിടും. ഏറ്റവും പുതിയ വിവരപ്രകാരം 5 ദിവസത്തേക്ക് രാജ്യത്ത് 32 വിമാനത്താവളങ്ങളാണ് അടച്ചത്. ഈ മാസം 14 വരെയാണ് നിയന്ത്രണമെന്ന് DGCA വ്യക്തമാക്കിയതായി PTI റിപ്പോർട്ട് ചെയ്യുന്നു. വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലുടനീളമുള്ള വിമാനത്താവളങ്ങളാണ് താൽക്കാലികമായി അടച്ചിടുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ നിർണായക ഇടപെടലിന് സൗദി അറേബ്യയുടെ ശ്രമം. ഇന്നലെ രാത്രി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായി സൗദി വിദേശകാര്യ സഹമന്ത്രി അദേൽ അൽ ജുബൈർ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായും കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് സൗദി വിദേശകാര്യ സഹമന്ത്രി പാകിസ്ഥാനിൽ എത്തിയത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം മൂർച്ഛിക്കുന്നതിനിടെ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ തന്റെ വിദേശകാര്യ സെക്രട്ടറി S ജയശങ്കറിനെയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെയും ഫോണിൽ വിളിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നേരിട്ടുള്ള സംഭാഷണത്തിന് പിന്തുണ അറിയിക്കുകയും സംഘർഷം കുറയ്ക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പാകിസ്ഥാനുമായുള്ള സംഘർഷയുടെ 3 സേനാ മേധാവികളുമായി ചർച്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാക് ആക്രമണ ശ്രമങ്ങൾ പരാജയപ്പെടുത്തിയ സംബന്ധിച്ച് വിദേശകാര്യ മന്ത്രാലയം നടത്തിയ വാർത്താ സമ്മേളനം കഴിഞ്ഞ ശേഷമാണ് പ്രധാനമന്ത്രി സേനാ മേധാവിമാരുമായി കൂടിക്കാഴ്ച നടത്തിയത്. നിലവിലെ സ്ഥിതിഗതികൾ സേനാ മേധാവിമാർ പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചതാണ് വിവരം. ഇന്ത്യയുടെ ഡ്രോൺ ആക്രമണത്തെ മനഃപൂർവ്വം തടയാതിരുന്നതാണെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഖാജ ആസിഫ്. ഇതിന് പിന്നിൽ കാരണമായി വിചിത്രവാദമാണ് ഖാജ ആസിഫ് മുന്നോട്ട് വെച്ചത്. ഇന്ത്യൻ ഡ്രോണുകൾ തടയാതിരിക്കാൻ പാകിസ്ഥാൻ മനഃപൂർവ്വം തീരുമാനിച്ച തങ്ങളുടെ സൈനികോപകരണങ്ങളുടെ കൃത്യമായ സ്ഥാനങ്ങൾ വെളിപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ പാക് സംഘർഷ സാഹചര്യത്തിൽ സുരക്ഷാ മുൻകരുതൽ നിലയിൽ അതിർത്തി സംസ്ഥാനങ്ങളുടെ നിയന്ത്രണങ്ങൾ കൂടുതൽ കടുപ്പിക്കുന്നു. ചണ്ഡീഗഡിൽ 2 മാസത്തേക്ക് പടക്കം പൊട്ടിക്കുന്നത് നിരോധിച്ചു. നിലവിലെ ഇന്ത്യ പാക് സംഘർഷ സാഹചര്യത്തിൽ പരിഭ്രാന്തി പടാതിരിക്കാനാണ് പടക്കം പൊട്ടിക്കുന്നത് നിരോധിച്ചതെന്നാണ് ജില്ലാ കളക്ടറുടെ അറിയിപ്പ്. അതിർത്തി മേഖലയിലെ ഗുരുദ്വാരകളിൽ ഉള്ള സിഖ് മതഗ്രന്ഥങ്ങൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ ആരംഭിച്ചു. ഗുരുദ്വാര കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് നടപടി. സുരക്ഷിതമായ മറ്റ് സിഖ് ചരിത്ര സ്മാരകങ്ങളിലേക്ക് ആണ് ഗ്രന്ഥങ്ങൾ മാറ്റുന്നത്. സംഘർഷം വർദ്ധിച്ച സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വലിയ കരുതൽ മുന്നൊരുക്കങ്ങളാണ് നടക്കുന്നത്. ഇന്ത്യ പാക് സംഘർഷ സാഹചര്യത്തിൽ ആരോഗ്യ മന്ത്രാലയത്തിലെ എല്ലാ ഉദ്യോഗസ്ഥരുടെയും അവധികൾ സർക്കാർ റദ്ദാക്കി. നേരത്തെ അനുവദിച്ച അവധികളടക്കം സർക്കാർ റദ്ദാക്കിയിട്ടുണ്ട്.
ഉദ്യോഗസ്ഥർ ഉടൻ ജോലിയിൽ പ്രവേശിക്കണമെന്നും സർക്കുലറും ഇറക്കി. മുന്നൊരുക്കത്തിന്റെ ഭാഗമാണ് ഇത്തരം ഒരു സ്വാഭാവിക നടപടി. എയിംസിലെ എല്ലാ ഡോക്ടർമാരുടെയും അവധി റദ്ദാക്കിയിട്ടുമുണ്ട്. ഇന്ത്യ പാക് സംഘർഷം ശക്തമായ സാഹചര്യത്തിൽ അതിർത്തിയിലെ അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച ആഘോഷ പരിപാടികൾ വെട്ടിച്ചുരുക്കാൻ തീരുമാനം. അടിയന്തരമായി ഓൺലൈനായി ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ സംസ്ഥാനത്ത് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കാൻ തീരുമാനിച്ചു. സ്ഥിതിഗതികൾക്കനുസരിച്ച് തീരുമാനം എടുക്കാൻ മുഖ്യമന്ത്രിയെ ചുമതലപ്പെടുത്തി. ഇന്ത്യ പാക് അതിർത്തിയിലെ സംഘർഷാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ അതിർത്തി സംസ്ഥാനങ്ങളിലെ കേരളീയർക്കും മലയാളി വിദ്യാർത്ഥികൾക്കും സഹായവും വിവരവും ലഭ്യമാക്കുന്നതിനായി ദില്ലി കേരള ഹൗസിൽ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമാണ് കൺട്രോൾ റൂം തുറന്നത്. കൺട്രോൾ റൂം ഹെൽപ്പ് നമ്പർ 0112374707 ആണ്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ശക്തമായ സാഹചര്യത്തിൽ നാളെ രാജ്യത്തിനായി പ്രത്യേക പ്രാർത്ഥന നടത്താൻ മലങ്കര ഓർത്തഡോക്സ് സഭ ആഹ്വാനം ചെയ്തു. സംസ്ഥാനത്ത് ഈ വർഷം SLCക്ക് 99.5% വിജയം. 61,449 കുട്ടികൾക്ക് മുഴുവൻ വിഷയത്തിലും A+ ആണ്. പരീക്ഷ എഴുതിയ 4,24,583 കുട്ടികൾ ഉപരിപഠനത്തിന് അർഹത നേടി. ഏറ്റവും കൂടുതൽ A+ കിട്ടിയത് മലപ്പുറം വിദ്യാഭ്യാസത്തിലേക്കാണ്. കണ്ണൂർ ജില്ലയിലാണ് വിജയശതമാനം ഏറ്റവും കൂടുതൽ. കുറവ് തിരുവനന്തപുരത്തും. പുനർമൂല്യനിർണ്ണയ സൂക്ഷ്മപരിശോധന എന്നിവയ്ക്കുള്ള അപേക്ഷ ഈ മാസം 12 മുതൽ 15 വരെ നൽകാം. വിജയശതമാനം കുറഞ്ഞ 10 സർക്കാർ സ്കൂളുകളുടെ സ്ഥിതി പ്രത്യേകം പരിശോധിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞു. SLC പരീക്ഷാഫലം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഉപരിപഠനത്തിന് അർഹത നേടാത്ത റെഗുലർ വിഭാഗം വിദ്യാർത്ഥികൾക്കുള്ള സേ പരീക്ഷ 2025 മെയ് 28 മുതൽ ജൂൺ 5 വരെ നടത്തും. ജൂൺ അവസാന വാരം സേ പരീക്ഷാഫലം പ്രഖ്യാപിക്കും. പുനർമൂല്യനിർണ്ണയം സൂക്ഷ്മപരിശോധന എന്നിവയ്ക്കുള്ള അപേക്ഷ ഈ മാസം 12 മുതൽ 15 വരെ നൽകും. സംസ്ഥാനത്ത് IPS തലപ്പത്ത് അഴിച്ചുപണി. ADGP MR രാജേഷ്കുമാറിനെ പുതിയ എക്സൈസ് കമ്മീഷണറായി നിയമിച്ചു. DGP മനോജ് എബ്രഹാമിനെ ഫയർഫോഴ്സിൽ നിന്നും മാറ്റി പുതിയ വിജിലൻസ് ഡയറക്ടറെ ചുമതല നൽകി. KSRTCക്ക് സംസ്ഥാന സർക്കാർ സഹായമായി 103.24 കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. താമരശ്ശേരി ഷഹബാസ് കൊലക്കേസിൽ പ്രതികളെ 6 വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കാത്തതിൽ വ്യക്തത വരുത്തി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ S. ഷാനവാസ്. കേസിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ SSLC ഫലം പൊതുവിദ്യാഭ്യാസ വകുപ്പ് തടഞ്ഞെന്ന് തന്നെയാണ് S. ഷാനവാസ് വ്യക്തമാക്കിയത്. ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ വേദനയ്ക്കിടയിലും SLC പരീക്ഷയിൽ 100% വിജയം നേടി വയനാട്ടിലെ വെള്ളാർമല ഹൈസ്കൂൾ 55 കുട്ടികളാണ്. വെള്ളാർമല ഹൈസ്കൂളിൽ നിന്ന് 10ാം തരം പരീക്ഷ എഴുതിയത്. ഒരു കുട്ടിക്ക് എല്ലാ വിഷയത്തിലും A+ ലഭിച്ചു. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വെള്ളാർമലയിലെ 32 കുട്ടികൾ മരിച്ചിരുന്നു. ഇതിൽ 7 പേർ ഇത്തവണ SLC പരീക്ഷ എഴുതേണ്ടതായിരുന്നു. മലപ്പുറം ജില്ലയിൽ നിപ്പ ബാധിച്ച രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട 6 പേരുടെ പരിശോധന ഫലം കൂടി നെഗറ്റീവ്. ഇതോടെ 13 പേരുടെ പരിശോധന ഫലം നെഗറ്റീവായി. ആകെ 58 പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത്. KPC വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനം പദവിയിലില്ലെന്നും പുതിയ ഉത്തരവാദിത്തമാണെന്നും ഷാഫി പറമ്പിൽ. എല്ലാവരും ടീമായി മുന്നോട്ട് പോകുമെന്നും പാർട്ടിയെ തെരഞ്ഞെടുപ്പിന് ഒരുക്കമെന്നും സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തിൽ നിന്ന് ജനങ്ങൾ മോചനം ആഗ്രഹിക്കുമെന്നും ഷാഫി പറമ്പിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. SLC പരീക്ഷയ്ക്ക് A+ കുറഞ്ഞതിൽ മനംതൊന്ന് വിദ്യാർത്ഥി ജീവനൊടുക്കി. പല്ലന KV ജെട്ടി കിഴക്കേക്കര മനോജ് ഭവനത്തിൽ മനോജ് സൗമ്യ ദമ്പതികൾ മകൾ ആര്യ നദയാണ് വീട്ടിൽ തൂങ്ങി മരിച്ചത്. നങ്കാർകുളങ്ങര ബദനി മാലികാമഠം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു ആര്യനന്ദ. നിർത്തിയിട്ട കാർ ഉരുണ്ടിറങ്ങി ദേഹത്ത് കയറി ഇറങ്ങി. മലപ്പുറത്ത് ബന്ധുവീട്ടിൽ വിരുന്നു വന്ന 2 വയസ്സുകാരനാണ് ദാരുണാന്ത്യം. മലപ്പുറം കീഴ്പ്പറമ്പ് മുറ്റൂട്ടി മാട്ടൂർമൽ ഷിഹാബിന്റെ മകൻ മുഹമ്മദ് സഹിൻ ആണ് മരിച്ചത്. അരീക്കോട് വക്കാലൂരിലെ മാധവസഹോദരിയുടെ വീട്ടിൽ വിരുന്നു വന്നതായിരുന്നു സഹിൻ. ഇവരുടെ അയൽവാസിയുടെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാർ ഉരുണ്ടിറങ്ങിയാണ് അപകടം സംഭവിച്ചത്. എങ്ങനെയാണ് കാർ നീങ്ങിയതെന്ന് വ്യക്തമല്ല. ആഗോള കത്തോലിക്ക സഭയുടെ മഹായിടയന് ഇന്ത്യൻ ജനതയുടെ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പുതിയ മാർപ്പാപ്പ ആശയങ്ങൾ പങ്കിടുന്നതിനും ഊഷ്മ ബന്ധം തുടരുന്നതിലും ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.